ഡോ കണ്ടില്ലേ? ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഷിഹാബ് സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയാണ്. കർണാടകയിലെ ബുൾഡോസർ രാജ വളരെ, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, വളരെ വിഷമമുണ്ടാക്കി എന്നാണ് പ്രിയപ്പെട്ട പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ലീഗുകാരോടാണ് ചോദിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സാദിഖ് അലി തങ്ങളുടെ ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ സാധാരണക്കാരനായ ഓരോ ജനങ്ങൾക്കും ചോദിക്കാനുണ്ട്. പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളെ, പണ്ട് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴും ഇതേ പ്രസ്താവന തന്നെയാണ് തങ്ങൾ കുടുംബത്തിൽ നിന്നും വന്നത്. സങ്കടകരം, അല്ലെങ്കിൽ നൊമ്പരപ്പെടുത്തി. അതേപോലെ തന്നെ ബാബരി മസ്ജിദ് വിധി പുനർനിർമ്മിക്കാൻ, അവിടെ ക്ഷേത്രം തന്നെ പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞ് വിധി വന്നപ്പോഴും കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു, എന്നിട്ടും അവിടെയും നൊമ്പരം രേഖപ്പെടുത്തി. ഗുജറാത്ത് കലാപത്തിലും നൊമ്പരം രേഖപ്പെടുത്തി. ബാബരി മസ്ജിദ് കോൺഗ്രസിന്റെ കാലത്താണ് പൊളിക്കുന്നത്, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത്. അന്ന് സംഘപരിവാർ ആ ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് അന്നും പ്രിയപ്പെട്ട താങ്കളുടെ ഉപ്പ ആണെന്ന് തോന്നുന്നു, തങ്ങളുടെ കുടുംബം, അവിടെയും പറഞ്ഞത് ഞങ്ങൾ നൊമ്പരം രേഖപ്പെടുത്തുന്നു എന്നാണ്. ഗുജറാത്ത് കലാപത്തിലും താങ്കളും താങ്കളുടെ കുടുംബവും പറഞ്ഞത് നൊമ്പരം രേഖപ്പെടുത്തുന്നു എന്നാണ്. ഇപ്പോൾ കർണാടകയിലും താങ്കളും താങ്കളുടെ കുടുംബവും പറയുന്നത് സങ്കടകരമായി പോയി, നൊമ്പരം രേഖപ്പെടുത്തുന്നു എന്നാണ്. നാഴികയ്ക്ക് 40 വട്ടം നിങ്ങളും നിങ്ങളുടെ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. എന്നാൽ അതാണോ? 3000-ലധികം മുസ്ലിങ്ങളെയാണ് കർണാടകയിൽ ബുൾഡോസർ രാജ എന്ന പേരിൽ ഒറ്റ രാത്രി കൊണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടത്. അതിന് ലീഗും കോൺഗ്രസും നടത്തുന്ന ന്യായീകരണം എന്ന് പറയുന്നത് വളരെ സങ്കടം തോന്നുന്നതാണ്. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു പ്രസ്താവന വന്നായിരുന്നു, ദാ കണ്ടു നോക്ക്. അങ്ങ് ഉത്തരേന്ത്യയിൽ സംഭവിച്ചതുപോലെയല്ല കർണാടകയിൽ സംഭവിച്ചത്. ഉത്തരേന്ത്യയിൽ സംഭവിച്ചത് JCB കൊണ്ടാണ് പൊളിച്ചെങ്കിൽ കർണാടകയിൽ ഹൈഡ്രോളിക് ട്രോളി കൊണ്ടാണ് പൊളിച്ചത്. അല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബെ? സങ്കടമാണ് കേട്ടോ ഇത്തരം പ്രസ്താവനകൾ പറയുമ്പോൾ. താങ്കളൊരു മുതിർന്ന നേതാവാണ്, അതും കൂടി ഓർക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് നടന്നതെങ്കിലോ? താങ്കളും താങ്കളുടെ പാർട്ടിയും ഈ പ്രസ്താവന തന്നെയാണോ പറയുക, നൊമ്പരം രേഖപ്പെടുത്തുന്നു എന്ന പ്രസ്താവന? 400 കുടുംബങ്ങൾ വേണ്ട, പോട്ടെ, ഒരു കുടുംബത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ താങ്കളും താങ്കളുടെ പാർട്ടിയും താങ്കളുടെ പാർട്ടിയുടെ അണികളും ഇത് തന്നെയായിരിക്കുമോ പറയുന്നത്? പിണറായി വിജയൻ, സംഘി പിണറായി, പിണറായിയുടെ പോലീസ് ഭരണം, പിണറായിയുടെ സംഘി പോലീസ്, എന്തൊക്കെയായിരിക്കും താങ്കളും താങ്കളുടെ പാർട്ടിയും താങ്കളുടെ പാർട്ടിയിലെ അണികളും പറഞ്ഞുണ്ടാക്കുന്നത്? അങ്ങ് കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, സിദ്ധരാമയ്യയാണ് മുഖ്യമന്ത്രി. താങ്കളുടെ പാർട്ടിക്കും താങ്കൾക്കും വളരെ ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താം. സംഭവിച്ചത് തെറ്റാണ്, സംഭവിക്കരുത്, അവരെ ഇറക്കിവിടാൻ പാടില്ലായിരുന്നു. ആദ്യം ഗവൺമെന്റ് ഭൂമിയിലാണ് അവർ താമസിച്ചതെങ്കിൽ അവർക്ക് വീട് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാമായിരുന്നു. നിങ്ങൾ പറയുന്ന ന്യായീകരണം അവർ ഗവൺമെന്റ് അല്ലെങ്കിൽ കുടിയേറി പാർത്തവരാണ്, വോട്ടർ ID ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പട്ടയമുണ്ട്, ഇതെല്ലാം അവർക്കുണ്ട്. 35 വർഷമായിട്ട് താമസിക്കുന്നവരെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി വിട്ടത്. അതിന് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും കോൺഗ്രസും നടത്തുന്ന ന്യായീകരണം ഗവൺമെന്റ് ഭൂമിയിലാണ് താമസിക്കുന്നത് എന്നാണ്. ഇത് മതിയോ? ഇതാണോ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിൽ നിന്നും ഞങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങളെ പ്രതീക്ഷിക്കേണ്ടത്? പറയൂ, താങ്കൾ പറയൂ, ഇതാണോ പ്രതീക്ഷിക്കേണ്ടത്? ഈ ഒരു പ്രസ്താവനയാണോ? എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ നൊമ്പരം രേഖപ്പെടുത്തി പോയാൽ മതിയോ? താങ്കള്
താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിക്കും ഇതിലൊരു പങ്കുമില്ലേ? ഇതിലൊന്ന് സംസാരിക്കണ്ടേ? ഇതിൽ ഇടപെടണ്ടേ? താങ്കളുടെ പാർട്ടിയോ താങ്കളുടെ പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാക്കളും ഇതിനെതിരെ ഒരു പോസ്റ്റ് പോലും ഇട്ട് കണ്ടിട്ടില്ല. എന്താണിത്? ഇനിയും നിങ്ങളിൽ നിന്ന് എന്താണ് ഈ ഒരു സമുദായം പ്രതീക്ഷിക്കേണ്ടത്? താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും വിശ്വസിച്ച് കഴിയുന്ന 10% ആൾക്കാരുണ്ടാവും. ബാക്കി 90% ആൾക്കാർ എന്തുകൊണ്ടാണ് താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും മാറ്റി നിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇത് താങ്കളുടെ ഒരു പാർട്ടിയിലെ ഒരു അണിയും താങ്കളോട് ഇത് ചോദിക്കില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിനീതൻ ഇവിടെ ചോദിക്കുന്നത്. ഇത് ഓരോ ആ 10% നിന്ന് മാറ്റി നിർത്തി 90% മുസ്ലിങ്ങൾക്കും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് താങ്കളോടും താങ്കളുടെ പാർട്ടിയോടും ഞാൻ ചോദിക്കുന്നു. ഇതാണോ വേണ്ടത്? ഇതാണോ ചെയ്യേണ്ടത്? എല്ലാ വിഷയങ്ങളിലും നൊമ്പരം രേഖപ്പെടുത്തി പോയാൽ മതിയോ? ഇത് കേരളത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇതായിരിക്കുമോ താങ്കളും താങ്കളുടെ പാർട്ടിയുടെയും അഭിപ്രായം? ഒന്നും പറയാനില്ല. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആരും എൻ്റെ വീട്ടുകാരെയോ എൻ്റെ മക്കളെയോ എൻ്റെ ഭാര്യയെയോ എൻ്റെ ഉമ്മയോ എൻ്റെ വാപ്പായോ തെറി വിളിക്കാൻ വരണ്ട. ചോദിച്ചത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയമാണ് പറഞ്ഞത്. തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ശരി.